പലപ്പോഴും ഓൺലൈനിൽ ഡോക്ടർമാരോട് ചോദിക്കുന്ന ഒരു സംശയമാണ് വൃക്ക രോഗികൾ എന്തെല്ലാം ഭക്ഷണക്രമം പാലിക്കണം, അവർ ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ കഴിച്ചുകൂടാന്നുള്ളത്. മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് വൃക്കകളാണ്. നമ്മുടെ ശരീരത്തിന്റെ വൃക്കകൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ പലതരത്തിലുള്ള താളപ്പിഴകൾ ഉണ്ടാകും. ഉദാഹരണത്തിന് അവരുടെ ശരീരത്തിൽ ഇപ്പൊ പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാലോ മിനറലുകൾ കൂടുതൽ കഴിച്ചാലോ എല്ലാം പ്രോബ്ലം ഉണ്ടായിരുന്നു വരാം. ഓരോരുത്തരുടെ ശരീരത്തിലും ക്രിയാറ്റിന്റെ അളവനുസരിച്ച്, രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെയും സോഡിയത്തിന്റെയും എല്ലാം അളവനുസരിച്ച് അവർക്ക് വൃക്കകൾക്ക് ഈ മൂത്രത്തിലൂടെ ജലാംശം വലിച്ചു കളയാനുള്ള ശേഷി ഉണ്ടോ എന്നുള്ളതെല്ലാം അനുസരിച്ചിട്ടാണ് വൃക്ക രോഗികളുടെ ഭക്ഷണക്രമം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വൃക്ക രോഗിക്കും ഓരോ തരം ഭക്ഷണക്രമമായിരിക്കും തീരുമാനിക്കപ്പെടുക. സാധാരണ കോമൺ ആയിട്ട് പ്രമേഹ രോഗികൾക്ക് കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗത്തിന്, അല്ലെങ്കിൽ കരൾ രോഗികൾക്ക് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പോലെ വൃക്ക രോഗികൾക്ക് ഒരേപോലുള്ള ഒരു ഭക്ഷണക്രമം പറയാൻ സാധിക്കില്ല. ചിലർക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കാം, ചിലർക്ക് 1.5 ലിറ്റർ വരെ കുടിക്കാം, ചിലർക്ക് പ്രോട്ടീൻ ഒട്ടും പാടില്ല, ചിലർക്ക് പ്രോട്ടീൻ ഭക്ഷണം ചെറിയ അളവിൽ കഴിക്കാം. ഇങ്ങനെ ഓരോ രോഗിക്ക് അനുസരിച്ചും വ്യത്യാസപ്പെടും. അതുകൊണ്ട് തന്നെ ഒരിക്കലും കോമൺ ആയിട്ട് വൃക്ക രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡയറ്റ് പറയാൻ ഒരു ഡോക്ടർക്കും സാധിക്കില്ല. എപ്പോഴും വൃക്ക രോഗികൾ ചെയ്യേണ്ടത് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ചോദിച്ച് നിങ്ങളുടെ ഭക്ഷണക്രമം കൃത്യമായിട്ട് പാലിച്ചു പോകുന്നതാണ് നല്ലത്. ഒരിക്കലും ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന ഭക്ഷണക്രമം വൃക്ക രോഗികൾ പാലിക്കരുത്, അപകടകരം.